ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഈ പുതിയ നിയമം എന്താണ്, പഴയ നിയമം എന്താണ്, യേശു ക്രിസ്തു ആരാണ്? ചില ആളുകൾ യേശു ക്രിസ്തുവിനെ പറ്റി വിചാരിക്കുന്നത് യേശു ക്രിസ്തു ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, അഥവാ പാവങ്ങൾക്ക് വേണ്ടി നിന്ന ഒരു ശബ്ദമാണ്. വേറെ ചില ആൾക്കാരുടെ ധാരണ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഒരു പ്രവാചകനായിരുന്നു, യേശു ക്രിസ്തു യഹൂദന്മാർ അന്നായിരുന്ന ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് ചില സന്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈവത്താൽ അയക്കപ്പെട്ട ഒരു ദൂതനായിരുന്നു എന്നാണ്. വേറെ ചില ആളുകൾ യേശുവിനെ കുറിച്ച് വിചാരിക്കുന്നത് യേശു ക്രിസ്തു ഒരു ഗുരുവാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും അനുകരിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരും അനുഗമിക്കേണ്ട ബുദ്ധനെ പോലെ, അല്ലെങ്കിൽ ജൈനമതത്തിലെ മഹാവീരനെ പോലെയുള്ള ഒരു ഗുരുവാണ് എന്നുള്ള രീതിയിലാണ് പല ആളുകൾക്കും പല വീക്ഷണമാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉള്ളത്. പല രീതിയിലാണ് അവർ യേശു ക്രിസ്തുവിനെ കാണുന്നത്. എന്നാൽ വേദപുസ്തകം പറയുന്ന യേശു ക്രിസ്തു ആരാണ്? ഇപ്പം നമ്മൾ രാമൻ്റെ കഥാപാത്രം പഠിക്കുകയാണ്, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ കഥാപാത്രം പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രാമനെയും കൃഷ്ണനെയും അവരുടെ സമൂഹത്തിനകത്തും അവരെക്കുറിച്ച് എഴുതിയ ഇതിഹാസങ്ങളിലും ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ രാമായണം വായിക്കുകയാണെങ്കിൽ, ഇനി ഭാഗവതം വായിക്കുകയാണെങ്കിൽ നമുക്ക് രാമനെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും ഒക്കെ അറിയാനായിട്ട് സാധിക്കും. ആ ഇതിഹാസങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത്, നമ്മൾ മഹാഭാരതമൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് ആ ക്യാരക്ടർ, ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണ്, അവൻ്റെ സ്വഭാവം എന്താണ്, അവൻ ഏത് സമൂഹത്തിലാണ് ജീവിച്ചിരുന്നത്, അവൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, അവൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, അവൻ്റെ ലക്ഷ്യം എന്തായിരുന്നു, അവൻ്റെ മാർഗം എന്തായിരുന്നു, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, അവൻ്റെ ആ ജീവിതം മുഴുവനും അതിൻ്റെ പുറകിൽ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും. ആ ജീവിതത്തിൻ്റെ പുറകിൽ ആ വ്യക്തി എന്തുകൊണ്ട് ആ സമയത്ത് ആ പ്രത്യേക സ്ഥലത്ത് ജനിച്ചു അല്ലെങ്കിൽ വന്നു എന്നൊക്കെ പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ടാവും. ആ സ്റ്റോറി, ആ കാഴ്ചപ്പാട്, ഇതെല്ലാം നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതൊക്കെ നമ്മൾ ആ ഇതിഹാസങ്ങൾ പഠിക്കുമ്പോൾ, അവരെക്കുറിച്ചുള്ള എഴുത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അതിനകത്താണ് നമ്മൾ ആ രാമനെയും കൃഷ്ണനെയും മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രാമൻ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു എന്നൊരാൾ നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുക, ഇപ്പോൾ ഒരു വ്യക്തി, ഇപ്പോൾ ഒരു ആത്മീയ വ്യക്തിയാണെങ്കിൽ നമ്മൾ ഉടനെ ചിന്തിക്കുന്നത് അവനെന്തോ ശ്രീരാമൻ വന്ന കാര്യമാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു രാമൻ എന്ന് പേരുള്ള ഏതെങ്കിലും ഗുരു വന്ന കാര്യമായിരിക്കും അവൻ പറയുന്നത്. പക്ഷേ ഇനി ആ വ്യക്തി ആത്മീയനൊന്നുമല്ല, ആ വ്യക്തി ആത്മീയമായിട്ടുള്ള കാര്യങ്ങളല്ല സംസാരിക്കുന്നത്. രാമൻ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു എന്ന് അവൻ പറയുമ്പോൾ ചിലപ്പോൾ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ്റെ മകൻ രാമൻ വന്നു എന്നായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ അയൽവാസിയായിരിക്കുന്ന രാമൻ അവൻ്റെ അടുത്തേക്ക് വന്നു എന്നായിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ ബോസ് ആയിരിക്കുന്ന രാമൻ അവൻ്റെ അടുത്തേക്ക് വന്നു എന്നായിരിക്കാം. അപ്പോൾ എന്ത് വേണമെങ്കിലും ആവാം. രാമൻ എന്ന പേരൊരു കോമൺ പേരാണ് അല്ലേ, എത്രയോ പേർക്ക് രാമൻ എന്നുള്ള പേരുണ്ട്. അപ്പോൾ നമ്മളൊരു പേര് എടുക്കുന്ന സമയത്ത് ആ പേരിൻ്റെ പുറകിൽ ഒരു കഥാപാത്രമുണ്ട്, ഒരു ക്യാരക്ടറുണ്ട്, ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് ഒരു ജീവിതമുണ്ട്, ആ വ്യക്തിയുടെ ചില സ്വഭാവങ്ങളുണ്ട്, ആ വ്യക്തി ആയിരിക്കുന്ന ഒരു പ്രത്യേക സമൂഹമുണ്ട്, ആ വ്യക്തി ചെയ്ത കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾക്കകത്ത് ആ വ്യക്തിയുടെ ചില ലക്ഷ്യങ്ങളുണ്ട്, ചില മാർഗങ്ങളുണ്ട്. ആ വ്യക്തി നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സമൂഹത്തിൻ്റെ ആ പ്രത്യേക സ്റ്റോറിക്കകത്ത് ആ വ്യക്തി ഫിറ്റാകുന്ന ഒരു സ്ഥലമുണ്ട്. ആ ബാക്ക് സ്റ്റോറി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ആ വ്യക്തിയെക്കുറിച്ച് പല കാര്യങ്ങളും അതിനകത്ത് കാണും. ആ വ്യക്തി എങ്ങനെയുള്ളവനായിരിക്കും എന്നാണ് ആൾക്കാർ പ്രതീക്ഷിച്ചത്, അവൻ എങ്ങനെയുള്ളവനായിരുന്നു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, അവരുടെ സമൂഹത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ, പിന്നെ ആ സമൂഹത്തിൽ അവൻ എങ്ങനെയായിരുന്നു, അവൻ്റെ ചരിത്രം, പിന്നെ അവൻ്റെ ചാരിത്രം അഥവാ അവൻ്റെ ക്യാരക്ടർ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടി ആകുമ്പോഴാണ് ആ വ്യക്തി ആവുന്നത്. ആ വ്യക്തിയുടെ പുറകിൽ ഒരു ഉപദേശമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ അടങ്ങുമ്പോഴാണ് നമ്മളൊരു പേരിൽ ഒരു വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ രാമൻ എന്ന് നമ്മൾ രാമായണത്തിലെ രാമൻ അഥവാ കൃഷ്ണൻ എന്ന് നമ്മൾ ഭാഗവതത്തിലെ അല്ലെങ്കിൽ നമ്മുടെ
മഹാഭാരതത്തിലെ കൃഷ്ണൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പുറകിൽ ഒരു സ്വഭാവമുണ്ട്, ഒരു ചരിത്രമുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു സ്റ്റോറിയുണ്ട്, ഒരു കഥയുണ്ട്. അതിനകത്താണ് ആ വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേമാതിരി യേശു ക്രിസ്തു എന്ന് നമ്മൾ പറയുമ്പോൾ എത്രയോ യേശു എന്ന് പേരുള്ള ആൾക്കാർ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ യേശു ക്രിസ്തു ആണോ? അല്ലല്ലോ, ഒരിക്കലും അല്ല. യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ വ്യക്തി ചെയ്ത ചില പ്രവൃത്തികളുണ്ട്. ആ വ്യക്തിയുടെ ഉപദേശമുണ്ട്. ആ വ്യക്തിയുടെ ജീവിതമുണ്ട്. ആ വ്യക്തി പറഞ്ഞതായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട്. ആ വ്യക്തി സ്വീകരിച്ച ചില മാർഗങ്ങളുണ്ട്. ആ വ്യക്തിയുടെ സ്വഭാവമുണ്ട്. ആ വ്യക്തിക്കൊരു ചരിത്രമുണ്ട്. ആ വ്യക്തിയെക്കുറിച്ച് ആ സമൂഹത്തിലുണ്ടായിരുന്ന ആളുകൾക്കുണ്ടായിരുന്ന ചില പ്രതീക്ഷകളുണ്ട്. ആ വ്യക്തി ആ പ്രതീക്ഷകളുടെ നടുവിലാണ് നിൽക്കുന്നത്. അതിനിടയ്ക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവനാൽ സംഭവിച്ചു, ആ കാര്യങ്ങൾ ബാക്കിയുള്ളവർ എങ്ങനെ അത് മനസ്സിലാക്കി, എങ്ങനെ അത് സ്വീകരിച്ചു, ആരൊക്കെ അതിനെ നിരസിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടെ അടങ്ങുമ്പോഴാണ് ആ വ്യക്തി യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയാകുന്നത്. ആ വ്യക്തിയുടെ പുറകിൽ ഒരു കഥയുണ്ട്, ആ വ്യക്തിയുടെ ഒരു സ്റ്റോറിയുണ്ട്, ഒരു ജീവിതമുണ്ട്, ഒരു കാഴ്ചപ്പാടും അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമ്മൾ കണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തി ആരാണ്, എന്തിനു വന്നു, എന്താണ് അവൻ ചെയ്തെടുത്തത്, എന്തിനാണ് അവൻ ജീവിച്ചത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നോ? യേശു ക്രിസ്തു ചില ആളുകളൊക്കെ പറയുന്ന മാതിരി ഒരു വലിയ ഗുരു ആയിരുന്നോ? വേറെ ചില ആളുകളൊക്കെ പറയുന്ന മാതിരി ഒരു പ്രവാചകനായിരുന്നോ? എന്നൊക്കെയുള്ള നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. യേശു ക്രിസ്തു കുറേയൊക്കെ യേശു ക്രിസ്തുവിൻ്റെ ചില പ്രവൃത്തികൾ നമ്മൾ അതിൻ്റെ കോണ്ടെക്സ്റ്റിലെടുക്കാതെ നമ്മൾ അതിൽ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്ത് വായിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും ഇയാൾ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇനി നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്ത് വായിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ തോന്നും ഇയാൾ നല്ലൊരു ഗുരുവാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും ഇയാൾ നല്ലൊരു പ്രവാചകനാണ്. ഇതൊക്കെ നമുക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ വാസ്തവത്തിൽ യേശു ക്രിസ്തു ആരാണ് എന്നവൻ ക്ലെയിം ചെയ്തു. ആ ക്ലെയിമിന് വേണ്ടിയിട്ട് അവൻ എന്തൊക്കെ ചെയ്തു, ആ ക്ലെയിം സ്ഥാപിക്കപ്പെട്ടോ ഇല്ലയോ, ആ യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി ആ സമൂഹം എങ്ങനെയാണ് സ്വീകരിച്ചത്, ആ യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തി മൂലം എന്താണ് സംഭവിച്ചത്, ഈ കാര്യങ്ങളൊക്കെ ആ ചരിത്രപരമായ യേശു ക്രിസ്തുവിൻ്റെ അസ്തിത്വത്തോടുള്ള ബന്ധത്തിൽ, ആ കഥാപാത്രത്തോടുള്ള ബന്ധത്തിൽ മുഴുവനായിട്ടും പഠിച്ചെങ്കിൽ മാത്രമേ യേശു ആരായിരുന്നു, എന്തിനു വന്നു, എന്ത് ചെയ്തു എന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്ന പുസ്തകമാണ് സത്യവേദ പുസ്തകം, ബൈബിൾ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ റെഫറൻസുകൾ ഉള്ളത് ബൈബിളിലാണ്. ചില ആളുകളുടെ വിചാരം യേശു എന്ന് പറഞ്ഞ ഒരാൾ ജീവനോടെ ഇരുന്നിട്ടില്ല, ഇത് ചില ആളുകൾ കുറേ കൊല്ലങ്ങൾക്ക് ശേഷം ചമച്ചുണ്ടാക്കിയ ഒരു കഥയാണ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യോസിഫസ് എന്ന് പറയുന്ന ഒരു യഹൂദ റൈറ്റർ ഉണ്ടായിരുന്നു. ആ യോസിഫസിൻ്റെ റൈറ്റിങ്ങിൽ യോസിഫസ് യേശു എന്ന് പറയുന്ന ആളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയെക്കുറിച്ച് ജനങ്ങൾ എന്തൊക്കെയാണ് വിശ്വസിച്ചത്, എന്തൊക്കെയാണ് പറഞ്ഞത് എന്നതിനെക്കുറിച്ചും എഴുതുന്നുണ്ട്. അത് ഒരു യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുള്ള വ്യക്തിയാണെങ്കിൽ ടാസിറ്റസ് എന്ന് പറയുന്ന ഒരു റോമൻ പശ്ചാത്തലത്തിലുള്ള, പക്ഷേ യഹൂദന്മാരുടെ നേരെ ഓപ്പോസിറ്റ് വ്യൂ പോയിൻ്റ് ഉള്ള ആളുകളാണ്, യഹൂദന്മാരെ അടിമയാക്കി വെച്ചിരിക്കുന്ന ആളുകളാണ് റോമക്കാർ. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ ഇപ്പോൾ ഇസ്ലാമും ഇസ്രയേലും മാറി. അപ്പോൾ ഒരു വേദപണ്ഡിതൻ ഇസ്രയേലിയനാണ്, വേറൊരു വേദപണ്ഡിതൻ ഇസ്ലാമികനാണ്. രണ്ടുപേരും ഒരേ കാര്യത്തെക്കുറിച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആ സംഭവം അവിടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അല്ലേ? രണ്ടുപേരും ഓപ്പോസിറ്റ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നവരാണ്. അപ്പോൾ ഒരാൾ നിഷേധിക്കുകയാണെങ്കിൽ നമുക്ക് വിചാരിക്കാം അപ്പോൾ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ രണ്ടുപേരും ആ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് ഉണ്ടായിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ ടാസിറ്റസ് എന്ന് പറയുന്ന ഒരു റോമക്കാരനാണ്. അയാളും ചരിത്രകാരനാണ്. ചരിത്രത്തിൽ അയാൾ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളിൽ അയാളും യേശു ക്രിസ്തു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ആ ആൾ ഇങ്ങനെയാണ് യഹൂദന്മാരുടെ രാജാവാണ് എന്ന് അവകാശപ്പെട്ടു, അവനെ ക്രൂശിച്ചു,
അവൻ ഉയർത്തെഴുന്നേറ്റെന്ന് ചില ആളുകൾ അവകാശപ്പെട്ടു. അങ്ങനെ വലിയൊരു സമൂഹം തന്നെ ഉണ്ടായി. ആ സമൂഹത്തെക്കുറിച്ചും ചില കാര്യങ്ങളൊക്കെ ടാസിറ്റസ് പറയുന്നുണ്ട്. ഈ ടാസിറ്റസും യോസിഫസും അവരുടെ റൈറ്റിങ്സിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവർ ജീവിച്ചിരുന്ന കാലഘട്ടം, യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടമായിട്ട് ബൈബിൾ പ്രഖ്യാപിക്കുന്ന അതേ കാലഘട്ടം കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും യേശു എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ലോകത്തിൽ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി യേശു ക്രിസ്തു എന്തിനു വേണ്ടി വന്നു, ആരാണ് എന്നവൻ ക്ലെയിം ചെയ്തു, എന്തൊക്കെ അവൻ ചെയ്തു, എന്താണ് അതിൻ്റെ കാര്യം എന്ന് നമുക്ക് പിടികിട്ടണമെങ്കിൽ ഈ ബൈബിളിൽ നോക്കിയാലേ പിടികിട്ടൂ. ബൈബിളാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളൊരു ആധികാരിക ഗ്രന്ഥം. ആ ബൈബിള് യഹൂദന്മാരുടെ പുസ്തകമാണ്. ബേസിക്കലി പറയുകയാണെങ്കിൽ പഴയ നിയമം എന്ന് പറയുന്നത് മുഴുവൻ യഹൂദന്മാരുടെ പുസ്തകമാണ്. പുതിയ നിയമം എന്ന് പറയുന്നതിൽ മിക്കവാറും റൈറ്റേഴ്സ് എല്ലാം യഹൂദന്മാരാണ്. യഹൂദന്മാർ അവരുടെ രാജാവാണ് യേശു എന്ന് വിശ്വസിച്ച യഹൂദന്മാർ. അവരെയാണ് നമ്മൾ മെശിഹായെ അനുഗമിക്കുന്ന അല്ലെങ്കിൽ മെശിഹായുടെ മാർഗത്തിൽ കൂടെ ദൈവത്തെ ആരാധിക്കുന്ന യഹൂദന്മാർ അഥവാ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളും എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം കൂടെ പുസ്തക രൂപത്തിലാകുന്നത് കുറേ കാലത്തിന് ശേഷമാണ്. എങ്കിലും ഈ പുസ്തകങ്ങളൊക്കെ ഒത്തൻറ്റിക് ആയിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു, സർക്കുലേഷനിലുണ്ടായിരുന്നു. ആൾക്കാരുടെ കയ്യിൽ പുസ്തകങ്ങളുടെ പ്രതികളുണ്ടായിരുന്നു. ആൾക്കാർ ഇത് വായിക്കുകയും പ്രബോധിപ്പിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് നമുക്ക് ചരിത്രത്തിൽ തെളിവുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പഴയ നിയമം പുതിയ നിയമം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആരാണ് യേശു, എന്താണ് യേശു ക്ലെയിം ചെയ്തത് എന്നത് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ പഴയ നിയമം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പഴയ നിയമം എന്ന് പറഞ്ഞാൽ പഴയ ഏതോ ഒരു ലോ എന്നാണ് ചില ആളുകൾ നിയമം എന്നുള്ള വാക്കിനെ ലോ എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിച്ചിട്ട് ചിന്തിക്കുന്നത്. പുതിയ നിയമം എന്ന് പറയുന്നത് പുതിയ ഏതോ ഒരു ലോ ദൈവം തരികയാണ്, പഴയ ലോ മാറ്റിയിട്ട് പുതിയ ലോ ദൈവം കൊണ്ടുവരികയാണ് എന്നുള്ള രീതിയിലാണ് ചില ആളുകളുടെ ധാരണ. അങ്ങനെയല്ല. പഴയ നിയമം പുതിയ നിയമം എന്ന് പറയുന്നത് പഴയ ഉടമ്പടി പുതിയ ഉടമ്പടി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ പഴയ നിയമം എന്ന് പറയുന്നതിനകത്ത് അതിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ എന്ന് പറയുന്നതിനെ തോറ എന്നാണ് യഹൂദന്മാർ വിളിക്കുന്നത്. ആ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഈ പുസ്തകങ്ങളെല്ലാം കൂടെ വാസ്തവത്തിൽ ദൈവവുമായി ഇസ്രായേലിന് ഉണ്ടായിരുന്ന ഉടമ്പടിയുടെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഉടമ്പടിയുടെ പുസ്തകം എന്നാണ് വിളിക്കപ്പെട്ടത്. ആ മൊത്തത്തിലുള്ള കളക്ഷനെ വിളിക്കുന്നതാണ് ബുക്ക് ഓഫ് ദ കവനൻറ്റ് എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് ഇസ്രായേലിനുണ്ടായിരുന്ന ഉടമ്പടിയുടെ തെളിവായിരിക്കുന്ന പുസ്തകം. അപ്പോൾ ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം അവൻ്റെ വില്ല് അറിയിക്കുകയാണ്, അവൻ്റെ ഇഷ്ടം. ഇപ്പോൾ നമ്മളൊരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഒരു വില്ല് എഴുതുകയാണ്. ഇപ്പോൾ വില്ല് എഴുതുമ്പോൾ അയാൾ എന്താ എഴുതുക? എൻ്റെ ഇഷ്ടം ഇതൊക്കെയാണ്, 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 എൻ്റെ കയ്യിൽ ഇതൊക്കെയുണ്ട്, ഇതൊക്കെയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ ഇന്ന ആൾക്കാർക്ക് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർ ഈ പ്രകാരം ജീവിച്ചാൽ വേണം അവർക്കിത് കൊടുക്കാൻ, അല്ലേ? അതിൽ ചില വ്യവസ്ഥകളുണ്ടാവും. ഈ പ്രകാരം ജീവിക്കുന്ന എൻ്റെ ഈ മകൻ ഈ പ്രകാരമാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ, ഈ പ്രകാരമാണ് അവൻ ആയിരിക്കുന്നതെങ്കിൽ അവന് ഇന്ന കാര്യങ്ങളൊക്കെ കിട്ടണം. ഈ പ്രകാരം അല്ല അവൻ ജീവിക്കുന്നതെങ്കിൽ, ഇതിന് വിരോധമായിട്ടാണ് അവൻ പ്രവർത്തിക്കുന്നതെങ്കിൽ അവനിതൊന്നും കിട്ടരുത്, അല്ലെങ്കിൽ അവനിതൊന്നും ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ വില്ലുണ്ടാക്കുക. എന്ന് പറയുന്നത് മാതിരി ദൈവത്തിൻ്റെ വിൽ അഥവാ ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്ന സംഗതിയാണ് ഈ ആദ്യത്തെ 5 പുസ്തകങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം പറയാണ്, ഞാൻ ഇസ്രായേൽ എന്ന് പറയുന്ന ജാതിയെ തിരഞ്ഞെടുത്തു. ആ ജാതിയെ ഞാൻ കൃപയാൽ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ് തിരഞ്ഞെടുത്തത്, അല്ലാതെ അവർ ബാക്കിയുള്ളവരെക്കാളും ശ്രേഷ്ഠന്മാരായതുകൊണ്ട് അവരെ തിരഞ്ഞെടുത്തതല്ല. അങ്ങനെ തിരഞ്ഞെടുത്തിട്ട് അവരുടെ ഇടയിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം വരികയാണ്. അപ്പോൾ അവരുടെ ഇടയിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം വരുന്നതിന് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവവും മനുഷ്യനും ഏദൻ തോട്ടത്തിൽ നല്ല ഒരു ബന്ധത്തിൽ കഴിഞ്ഞിരുന്നു. എന്നാൽ ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ട ശേഷം ദൈവം അബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെ ആ ബന്ധം പുനഃസ്ഥാപിക്കുകയാണ്. ആ ബന്ധം പുനഃസ്ഥാപിക്കുമ്പോൾ ആ ബന്ധത്തിനായ നമ്മൾ ഉടമ്പടി ബന്ധം എന്ന് പറയുന്നത്. ആ ഉടമ്പടി ബന്ധത്തിനകത്ത് ദൈവം പറയാണ്, ഞാൻ അബ്രഹാമിന് ഇന്ന അനുഗ്രഹങ്ങൾ, അബ്രഹാമിൻ്റെ മക്കൾക്ക് ഇന്ന അനുഗ്രഹങ്ങളൊക്കെ തരും, പക്ഷെ അബ്രഹാമിൻ്റെ മക്കൾ ഇന്ന രീതിയിലായിരിക്കണം ജീവിക്കേണ്ടത്. ഈ അബ്രഹാമിൻ്റെ മക്കൾ എന്ന് പറയുന്ന ആളുകളാണ് ആര്? ഇസ്രായേൽ എന്ന് പറയുന്ന ജനത. അപ്പോൾ ഇസ്രായേലുമായിട്ട് ദൈവം ചെയ്തിരിക്കുന്ന ഉടമ്പടിയാണ് ഈ പഴയ നിയമം
എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആ ഉടമ്പടി പിന്നീട് ബ്രേക്കായി അത് വീണ്ടും സ്ഥാപിക്കപ്പെട്ടു. അതാണ് പുതിയ നിയമം.